അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കെട്ടിടാവശിഷ്ടം തള്ളിയതിലും ഭാരവാഹിയെ മർദ്ദിച്ചതിലും ചന്തിരൂരിൽ പ്രതിഷേധം. അക്രമിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം. ചന്തിരൂർ പഴയ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തും വിധം കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളിയതിലും ചന്തിരൂർ CPRRA റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി അംഗമായ വനിതാ മത്സ്യത്തൊഴിലാളിയെ മർദ്ദിച്ചതിനുമെതിരെ ചന്തിരൂർ മാർക്കറ്റിന് സമീപം പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം അവിടെ മീൻ വെച്ച് വിറ്റുകൊണ്ടിരുന്ന രാധ എന്ന സ്ത്രീയെ അവിടെ നിന്ന് വലിച്ചു മാറ്റുകയും അവർ മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആ വഴിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് അവിടെ മാലിന്യങ്ങൾ കൊണ്ട് കൂട്ടുകയും ചെയ്തുകൊണ്ട് ഇവിടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഒന്നാകെ ചേർന്നുകൊണ്ട് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വന്നു. ഇതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തി ആ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഒന്നാകെ ആവശ്യപ്പെടുന്നത്. വനിതാ മത്സ്യത്തൊഴിലാളിയെ ആക്രമിച്ച പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. CPRRA പ്രസിഡന്റ് സി ബെന്നി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റെസിഡൻസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ദിവ്യ സാബു സ്വാഗതം ആശംസിച്ചു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് PA അൻസാറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ഗൗരീശൻ, പഞ്ചായത്ത് അംഗങ്ങളായ MK അബ്ദുള്ള, PP സാബ്, അജയൻ ചാണിയിൽ, ചന്ദ്രിക സുരേഷ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MN സിമിൽ, CPIM ലോക്കൽ സെക്രട്ടറി പ്രകാശൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇഷാദ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീന റഫീഖ്, ദലിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PR വിശ്വംഭരൻ തുടങ്ങിയ പ്രമുഖരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പൊതുവഴിയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെയും അതിക്രമം കാട്ടിയവർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് സമ്മേളനത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം. CPRRA സെക്രട്ടറി KS സാബു സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തി. മർദ്ദിച്ചവനെ അറസ്റ്റ് ചെയ്യുക.